ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും എന്റെ മദറിലും ആയിട്ട് കുറച്ച് ഈത്തപ്പഴ അച്ചാർ ഉണ്ടാക്കാൻ വിചാരിച്ചു. പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ഈത്തപ്പഴ അച്ചാർ ഉണ്ടാക്കാം. നിങ്ങൾക്കും കാണിച്ചു തരാം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വരൂ ഗൈസ്, നമുക്ക് പോയി ഈത്തപ്പഴ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, ഈത്തപ്പഴ അച്ചാർ ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് ഈത്തപ്പഴം വേണം. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈത്തപ്പഴത്തിന്റെ കുരു മാറ്റി ഈത്തപ്പഴം മാറ്റി വെക്കുക. അപ്പൊ ഗായ്സ്, ഇത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മുളക്, ഇഞ്ചി അരിഞ്ഞത്, പുളിവെള്ളം വേണം, പിന്നെ 5 വറ്റൽ മുളക് വേണം, പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര ഉരുക്കിയതാണ്. ഗായ്സ്, ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം, പിന്നെ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കണം, പിന്നെ വേണ്ടത് കടുകാണ്. അപ്പൊ കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കുക. അപ്പോൾ ഗൈസ്, ഇനി അടുത്തത് വറ്റൽ മുളകാണ്. അത് പൊട്ടി വരുമ്പോൾ നമ്മൾ വറ്റൽ മുളക് ഇട്ട് കൊടുക്കണം. പിന്നെ കരിയപ്പല ഇടുക. നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടേണ്ടത്. അപ്പോൾ ഗൈസ്, ഇതൊരു 2 മിനിറ്റ് നമ്മൾ വഴറ്റിയിട്ട് മഞ്ഞപ്പൊടിയാണ് ഇടേണ്ടത്. വഴണ്ട് വന്നിട്ടാണ് മഞ്ഞപ്പൊടി ഇടുന്നത്. മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം കാശ്മീരി മുളക് പൊടി ഇടും. അത് 2 സ്പൂൺ ഇടും. അതിനുശേഷം നമ്മൾ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണം. ഗായ്സ്, ഇത് തിളച്ചതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക, പാകത്തിനുള്ള ഉപ്പ്. അതിനുശേഷമാണ് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ അടുത്ത ഗൈസ്, നമുക്ക് പുളിവെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ കുരു മാറ്റി വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ഇതിലോട്ട് ഇടുക. അപ്പോൾ ഗൈസ്, ഈത്തപ്പഴം നല്ല വെന്ത് തിക്കായിട്ട് വരുമ്പോൾ നമ്മൾ ശർക്കര പാനി ഒഴിക്കുക. വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. പിന്നെയല്ലേ ഗൈസ്, അച്ചാർ ഉണ്ടാക്കാൻ എളുപ്പമാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഗൈസ്, ഇത് ബിരിയാണിയിലൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ബിരിയാണിക്ക് സൈഡ് ഡിഷ് ആയിട്ട് എടുക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്, മാങ്ങ അച്ചാറിനേക്കാളും. അങ്ങനെ അച്ചാർ റെഡിയായി ഗായ്സ്. ഇത് ഉമ്മച്ചിയുടെ റെസിപ്പിയാണ്. ഞാൻ കൂടെ നിന്ന് ചെയ്തേ ഉള്ളൂ. ഉമ്മച്ചിക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ കുറച്ച് നാണം വേണം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. സോ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ ഗൈസ്.